മുമ്പും ഇ ഡിയുടെ റഡാറിലുള്ളയാളാണ്, മുമ്പ് റെയ്ഡുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഒന്നാമത് നമുക്കിത് പരിശോധിക്കാൻ തന്നെയാണ് നമുക്ക് തോന്നുക. നമുക്ക് മാത്രമല്ല ഇത് തോന്നുന്നത്, പ്രത്യേകിച്ച് ഒരു ബിസിനസ്സുകാരനെ സഹായിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനില്ലല്ലോ. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അതാണ്, ഇവിടുത്തെ ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം ആരോപണം അതാണ്. ആദ്യ പ്രതികരണത്തിന്റെ ഇത് രാഷ്ട്രീയം, ഇത് പൊളിറ്റിക്കലായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല ഇതിപ്പോൾ ആ സിനിമയെക്കുറിച്ച്, ആ സിനിമയുടെ ദൗത്യത്തെക്കുറിച്ച് സംശയമുള്ള ആളുകൾ ആരാണ്? ഈ ജോയ് മാത്യുവിനെ പോലുള്ള 1-2 പേര് കാണും, അതാരും ഗൗരവത്തിൽ എടുക്കുന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ചില ആളുകൾക്കല്ലാതെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു മുറിവഴിച്ചാൽ അതിൻ്റെ ദുർഗന്ധമാണ് വമിക്കുക എന്നുള്ള വ്യാഖ്യാനമൊക്കെ തരാൻ കഴിയുള്ളൂ. പക്ഷേ ഏത് മുറിവും സുഗന്ധം പരത്തുന്നില്ല എന്നുള്ളതാണല്ലോ സത്യം. ആ മുറിവായി അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു തന്നെ പോകണം. ചരിത്രം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു പോകണം. അതിന് ഇത്രയും കരുത്തരായ, അതായത് ഇതുപോലെ ഇതിന് ഒരു സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളും ഒക്കെ വരികയും അവർ ആ വിഷയത്തെ നമുക്ക് മുന്നിലേക്ക്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് തന്നെയാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത്.